നന്മയ്ക്കൊരു നാടുണ്ടത് സ്വർഗം. നന്മയിലെന്നും വളർന്നിടാം നമ്മൾക്ക് നന്മതൻ സ്വർഗത്തു ചെല്ലാം. നന്മയാം ഈശോയിൽ ചേരാൻ നന്മയ്ക്കൊരു പേരുണ്ടത് ഈശോ. നന്മയ്ക്കൊരു നാടുണ്ടത് സ്വർഗം. നന്മയിലെന്നും വളർന്നിടാം നമ്മൾക്ക് നന്മതൻ സ്വർഗത്തു ചെല്ലാം. നന്മയാം ഈശോയിൽ ചേരാൻ. സ്തുതിക്കട്ടെ. ഈശോയുടെ സ്നേഹമുള്ള മക്കളെ, സ്വർഗത്തിൽ പോവാൻ നിങ്ങൾക്കും കൊതിയാകുന്നില്ലേ? ഹായ്, എന്ത് രസമായിരിക്കും! ഈശോയും മാതാവും മാലാഖമാരും വിശുദ്ധരും ഓർക്കുമ്പോൾ തന്നെ കൊതിയാകുന്നു. അവിടെ സ്വർഗരാജ്യത്തിൽ നമുക്കായി മധ്യസ്ഥം വഹിക്കുന്ന ഒരു രാജ്ഞിയായ വിശുദ്ധയുണ്ട്, വിശുദ്ധ മാർഗരറ്റ് ഓഫ് സ്കോട്ട്ലാൻഡ്. നിങ്ങൾക്കതിൻ്റെ വിശുദ്ധയെപ്പറ്റി ഇതാ കണ്ടോളൂ. സ്കോട്ട്ലൻഡിലെ വിശുദ്ധ മാർഗരറ്റ് 1045 ഹംഗറിയിലെ ഒരു രാജകുടുംബത്തിലാണ് വിശുദ്ധ മാർഗരറ്റ് ജനിച്ചത്. അവളുടെ പിതാവ് ഇംഗ്ലീഷ് സിംഹാസനത്തിൻ്റെ അവകാശിയായ എഡ്വേർഡും അമ്മ ഹംഗറിയിലെ രാജകുമാരിയുമായിരുന്ന അഗാത്തയുമായിരുന്നു. ചെറുപ്പം മുതലേ വളരെയധികം ഭക്തിയിലും ദൈവവിശ്വാസത്തിലുമാണ് മാർഗരറ്റ് വളർന്നത്. പക്ഷേ ചെറുപ്പത്തിൽ തന്നെ മാർഗരറ്റിന് അവളുടെ പിതാവിനെ നഷ്ടപ്പെട്ടു. മാത്രമല്ല, നോർമൻ ഫ്രഞ്ചുമായുള്ള യുദ്ധത്തിൽ അവർ പരാജയപ്പെടുകയും ഇംഗ്ലണ്ടിൽ നിന്നും നാട് കടത്തപ്പെടുകയും ചെയ്തു. അങ്ങനെ അവർ സ്കോട്ട്ലാൻഡിൽ എത്തിച്ചേർന്നു. സ്കോട്ട്ലാൻഡിലെ രാജാവായ മാൽക്കം സുന്ദരിയായ മാർഗരറ്റിനെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ചു. എന്നാൽ മാർഗരറ്റ് ആകട്ടെ സന്യാസി ജീവിതം നയിക്കുവാൻ ആഗ്രഹിച്ചിരുന്ന ഒരു യുവതിയായിരുന്നു. ഇത് അവളെ ആകെ ചിന്താക്കുഴപ്പത്തിലാക്കി. അവൾ തൻ്റെ അമ്മയോടും ഒരു വൈദികനോടും ഉപദേശം ചോദിച്ചു. ഈശോയുടെ ഇഷ്ടമെന്തെന്നറിയുവാൻ ശക്തമായി പ്രാർത്ഥിക്കുവാൻ ആ വൈദികൻ അവളെ ഉപദേശിച്ചു. അങ്ങനെ വിവാഹമെന്ന ദൈവവിളി സ്വീകരിക്കുവാൻ അവൾ തയ്യാറായി. ഭർത്താവായ മാൽക്കം ഒരു പരുക്കൻ സ്വഭാവക്കാരനായിരുന്നു. എന്നാൽ ക്ഷമയോടും ശാന്തതയോടും കൂടെയുള്ള മാർഗരറ്റിൻ്റെ പെരുമാറ്റം അദ്ദേഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. തൻ്റെ 8 മക്കളെയും ക്രിസ്തീയ ജീവിത മൂല്യങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ അവൾ പരിശീലിപ്പിച്ചു. അയൽക്കാരോട്, പ്രത്യേകിച്ച് പാവപ്പെട്ടവരോടുള്ള സ്നേഹമായിരുന്നു അവളുടെ ഏറ്റവും വലിയ ഗുണം. മാർഗരറ്റിൻ്റെ കാരുണ്യ പ്രവൃത്തികളും വിശുദ്ധ ജീവിതവും മൂലം രാജ്യം അനുഗ്രഹീതമായി. അതിനാൽ തന്നെ പേൾ ഓഫ് സ്കോട്ട്ലൻഡ്, സ്കോട്ട്ലൻഡിൻ്റെ മുത്ത് എന്നാണ് അവൾ വിളിക്കപ്പെട്ടിരുന്നത്. കൂട്ടുകാരി, ഈ വിശുദ്ധി നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങൾക്കും ആഗ്രഹമില്ലേ ഈശോയുടെ മുത്തായി മാറാൻ? അതിന് എന്താണ് വേണ്ടതെന്നോ? ഈശോയോട് ചോദിക്കണം നമ്മെക്കുറിച്ചുള്ള ഈശോയുടെ ഹിതം എന്താണെന്ന്. ഈശോ ആയിരിക്കുന്ന പോലെ ജീവിച്ചാൽ നമ്മുടെ സൽപ്രവൃത്തികളും പ്രാർത്ഥന ജീവിതം കണ്ട് മറ്റുള്ളവരും ഈശോയിലേക്ക് ആകർഷിക്കപ്പെടും. ഈശോയുടെ വിലയേറിയ മുത്തുകളായി നിങ്ങളും സ്വർഗത്തിൽ അടിച്ചുപൊളിക്കാൻ തയ്യാറല്ലേ? നമ്മെപ്പറ്റി ഈശോ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. നന്മയ്ക്കൊരു പേരുണ്ടത് ഈശോ. നന്മയ്ക്കൊരു നാടുണ്ടത് സ്വർഗം. നന്മയിലെന്നും വളർന്നിടാം നമ്മൾക്ക് നന്മതൻ സ്വർഗത്തു ചെല്ലാം. നന്മയാം ഈശോയിൽ ചേരാൻ നന്മയ്ക്കൊരു പേരുണ്ടത് ഈശോ. നന്മയ്ക്കൊരു നാടുണ്ടത് സ്വർഗം. നന്മയിലെന്നും വളർന്നിടാം നമ്മൾക്ക് നന്മതൻ സ്വർഗത്തു ചെല്ലാം.
നന്മയാം ഈശോയിൽ ചേരാൻ. ഓ